ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫയർബോൾട്ടിൻ്റെ ഏറ്റവും പുതിയ എൻകോർ എന്നൊരു മെറ്റൽ എഡിഷനിലൊരു വാച്ചുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം കെച്ചർ DC വേണ്ടി പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇതാണ് വാച്ച്. നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സീൽഡ് ആയിട്ടുള്ള പാക്കാണ്, അപ്പോൾ പൊളിച്ചിട്ടില്ല. നമുക്കിത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ള ഈ ബോക്സിൻ്റെ മേലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ മുകളിലായി ഫയർബോൾട്ടിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്, അതായത് ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ എഡിഷൻ സ്മാർട്ട് വാച്ച് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീനിൻ്റെ വലിപ്പം, സ്ക്രീന് 1.83 ഇഞ്ചുള്ള ഒരു ടച്ച് സ്ക്രീൻ, വലിപ്പമുള്ള ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫങ്ഷൻസ്, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, ഇൻബിൽറ്റ് മൈക്ക് ആൻഡ് സ്പീക്കർ, ബിൽറ്റ് ഇൻ സ്പോർട്സ് മോഡ് കുറച്ച് സ്പോർട്സ് മോഡ്സൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ്, പിന്നെ നമ്മുടെ സാധാരണ രീതിയിൽ വരുന്ന ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു സിഗ്നേച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ പ്രൊഡക്റ്റാണ്. നമുക്കറിയാം ഫയർബോൾട്ട് ഇന്ത്യയുടെ പ്രൊഡക്റ്റാണെന്നുള്ള കാര്യങ്ങൾ അറിയാം. വാട്ടർ റെസിസ്റ്റൻറ്റ് IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ്, സ്ലീപ്പ് മോണിറ്ററിങ്, 10 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് വരുന്നൊരു വാച്ചാണിത്. പിന്നെ SpO2 ട്രാക്കിംഗ്, വെതർ അപ്ഡേറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. വെതർ അപ്ഡേറ്റ്സ് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഫീച്ചേഴ്സ്, മേക്ക് ആൻഡ് റിസീവ് കോൾ ഡയറക്ട്ലി ഫ്രം ദ ഫയർബോൾട്ട് സ്മാർട്ട് വാച്ച് വിത്ത് ഇൻബിൽറ്റ് മൈക്ക് ആൻഡ് സ്പീക്കർ. ഇതിൽ തന്നെ മൈക്കും സ്പീക്കറും വരുന്നുണ്ട്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.83 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 240x284 പിക്സൽ റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. ഇത് മോണിറ്റർ ചെയ്യുന്ന ഓപ്ഷൻ, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ തന്നെ SpO2, സ്ലീപ്പ് മോണിറ്ററിങ്, സെഡാറ്ററി ആൻഡ് ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ വരുന്നുണ്ട്, സ്റ്റെപ്പ്, പിന്നെ കലോറീസ്, ഡിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ മോണിറ്റർ ചെയ്യും. പിന്നെ ട്രെയിനിങ് മോഡ് വരുന്നത്, അതായത് സ്പോർട്സ് മോഡാണ് ഉദ്ദേശിക്കുന്നത്. വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ ആൻഡ് ക്ലൈമ്പിംഗ് ആൻഡ് കുറച്ചും കൂടി അധികം മോഡ്സ് വരുന്നു. പിന്നെ കൺട്രോൾസ് വരുന്നത്, ഡിസ്പ്ലേ, ഇൻകമിംഗ് കോൾസ്, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, വെതർ അപ്ഡേറ്റ്സ്, ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആപ്പ് ഇതുവഴി സ്കാൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നെയിം BSW169, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വരുന്നത്, അതായത് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 12,999 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. പിന്നെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് 2023 ആഗസ്റ്റ്. ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഇന്ത്യൻ മേക്കാണിത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ട ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് കോളിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് പ്ലേയിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, SpO2 മോണിറ്ററിങ്, ഇൻബിൽറ്റ് ഗെയിംസ് വരുന്നുണ്ട്, പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ സ്ക്രീനിൻ്റെ സൈസ്, സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഇതിൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പൊളിച്ച് നോക്കാം. നല്ല സീൽ ആയിട്ടുള്ള ബാക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നോക്കാം. ഇതിൻ്റെ മെറ്റൽ ആയിട്ടുള്ള ചെയിനാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് വാച്ചിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇത് വാച്ചിൻ്റെ ഹെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫയർബോൾട്ടിൻ്റെ നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ ഹെഡ് സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് വാച്ചിൻ്റെ ഹെഡ്. ഇനി ഇതിനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇത് നമ്മൾ സ്ട്രാപ്പിൻ്റെ കൊടുക്കാനുള്ള ക്ലിപ്പും അതുപോലെ തന്നെ ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ്, അതായത് മെറ്റലായിട്ടുള്ള ബ്ലാക്ക് മെറ്റലിലുള്ള അടിപൊളിയായിട്ടുള്ള സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കുറക്കാനുള്ള ഒരു ടൂളാണ്. നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ട് നമ്മൾ വാച്ച് കടയിൽ നിന്ന് പോകാണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ നോക്കി നോക്കാം നമുക്ക്. യൂസർ മാനുവലിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ, അലാംസ്, ഇത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡിവൈസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫയർബോൾട്ട് 068 എന്നുള്ള ഒരു ആപ്പ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാച്ച് ഫേസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന രീതിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഓപ്ഷൻസ് ഇതിലൊക്കെ വന്നിട്ടുണ്ട്.
ഇതൊക്കെ വാച്ച് ഫേസ്, അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടതും കോൾ കണക്ട് ചെയ്യേണ്ടതും ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ ചെയ്യേണ്ട രീതിയൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇതാ സ്പോർട്സ് മോഡും അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ ഓപ്ഷൻസും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ കൂടാതെ 2-3 കാർഡ്സും കൂടി വന്നിട്ടുണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. ഇത് സ്കാൻ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിൽ കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ടിഫൈ യു ഹാവ് വോൺ ദ എക്സ്ക്ലൂസീവ് ബോൾട്ട് പ്ലേ ആപ്പ് മെമ്പർഷിപ്പ്. ഇത് മെമ്പർഷിപ്പിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈൻ്റെയും പിന്നെ ജിയോ സാവൻ അങ്ങനത്തെ മ്യൂസിക്കിൻ്റെ കുറച്ച് ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്നാ യു വോൺ ഫ്രീ മൂവി ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ ഫ്രീ മൂവി ടിക്കറ്റിൻ്റെ ഒരു കൂപ്പൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആ മൂവി ടിക്കറ്റിൻ്റെ കൂടാതെ ഒരു വാറണ്ടീൻ്റെ ഒരു കാർഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാർഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇതാ ഒരു മൂവി ടിക്കറ്റ് ഫ്രീയും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ നമ്മളുടെ സ്പോട്ടിഫൈ അതുപോലത്തെ മ്യൂസിക് ആപ്സ് സബ്സ്ക്രിപ്ഷനിൽ ഒരു കാർഡും വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വാച്ച് ഫേസ് ഇതാണ് വാച്ചിൻ്റെ ഇത് വരുന്നത്. നമുക്കിതൊന്ന് തുറക്കാം. ഇതാണ് വാച്ച് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്ത് ഇത് ഫയർ ബോൾട്ടിൻ്റെ ബാഡ്ജിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിൻ്റെ പോർട്ട് ഇവിടെയാണ് വരുന്നത്, സെൻസറും വരുന്നുണ്ട്. പിന്നെ ഒരു ബട്ടണാണ് വരുന്നത്. പിന്നെ മൈക്ക് ഇതിൽ മൈക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രാപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ്. അതുപോലെ തന്നെ ലോക്കും ലോക്കല്ല ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി സ്ട്രാപ്പാണ്, കാണാനൊക്കെ നല്ല ബ്ലാക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് ഇത് ഓണാക്കി നോക്കാം. ലോങ് പ്രസ്സാണ് ഓൺ ചെയ്യാൻ. ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഫയർ ബോൾട്ടിൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് ചെയ്ത് വേക്കപ്പ് ആവും. ഇതാണ് ഇതിൻ്റെ വാച്ച് സ്ക്രീന്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇതായത് O2 അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, കോളിൻ്റെ ഓപ്ഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ലെഫ്റ്റിലേക്ക് ഒന്ന് വലിക്കുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ താഴേക്ക് സെറ്റിങ്സും നമ്മുടെ ടോർച്ച് അതുപോലെ തന്നെയുള്ള സെറ്റിങ്സ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ വരുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് നമ്മുടെ മെസ്സേജസിൻ്റെ നോട്ടിഫിക്കേഷൻ, വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ താഴെ നിന്ന് വലിക്കുമ്പോഴാണ്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെനു വരാനാണെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെനുവിലേക്ക് വരും. മെനുവിൽ ഈ രീതിയിലാണ് മെനു ഉള്ളത്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സെറ്റിങ്സ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, ഓട്ടോ സ്ലീപ്പ്, വാച്ച് ഫേസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു 7ഓളം വാച്ച് ഫേസ് ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് ഇതിൻ്റെ വാച്ച് ഫേസിൻ്റെ സെറ്റിങ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെനു വ്യൂ, നേരത്തെ പറഞ്ഞ പോലെ മെനു വ്യൂ 2 രീതിയിലുള്ള മെനു വ്യൂ. ഇത് 2 രീതിയിലാണ് മെനു വ്യൂ വരുന്നത്, ഗ്രിഡ് വ്യൂ അതുപോലെ തന്നെ ലിസ്റ്റ് വ്യൂ. ഇത് നമ്മൾ ഇതിന് മുന്നേയുള്ള ചില വാച്ചുകൾ ഇതേ രീതിയിലുള്ള സെറ്റിങ്സ് ഇതേ രീതിയിലുള്ള ഡിസ്പ്ലേ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വാച്ചിൻ്റെ സെറ്റിങ്സിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എല്ലാം വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡയാഫിറ്റ് എന്നുള്ള ആപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. ഡയാഫിറ്റിൻ്റെ ആപ്പ് വരുമ്പോൾ സാധാരണ നമ്മൾ ഡയാഫിറ്റ് കുറേ വാച്ചുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി അതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രൊഫൈൽസ്. ഇതിൻ്റെ പെർമിഷൻ ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ വാച്ച് ഫേസ്. ഇത് ഓൾറെഡി നമ്മൾ വാച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് വാച്ച് ഫേസ് ഒക്കെ വരുന്നത്. വാച്ച് ഫേസ് ഇതിൽ നമുക്ക് ഗാലറിയിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ ബോൾട്ട് 068 ഇത് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററി ചാർജിങ് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ. ഇതാണ് നോട്ടിഫിക്കേഷൻ. നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ഡിവൈസ്, നമുക്ക് വേണമെങ്കിൽ ഫൈൻഡ് ഡിവൈസ് അടിച്ച് കഴിഞ്ഞാൽ വാച്ച് വൈബ്രേറ്റ് ആവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വൈബ്രേറ്റ് ആകുന്നുണ്ട്. ഇത് സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞാൽ വരുന്നതാണ്. പിന്നെ അലാംസ് നമുക്ക് അലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട്. അപ്പോൾ ഇത് ഷട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഫേവറേറ്റ് കോൺടാക്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ടൈമിൻ്റെ ഹവേഴ്സ്, ഫോർമാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ടു നോട്ട് ഡിസ്റ്റർബ്, ബാറ്ററി സേവിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ അപ്ഗ്രേഡ് ചെയ്ത് വാച്ച് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഫൈലൊക്കെ ഇതിലാണ് കാണിക്കുക. നമ്മുടെ ഗോൾസ് അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരും. ഇത് നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇത് ഫിറ്റ്നസിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്ലാസ്സും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ട്രെസ് ഫ്രീ ആക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇത് നമ്മളുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, എത്ര സ്റ്റെപ്പ്, എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, ഹാർട്ട് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷൻ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് യൂസും ചെയ്യാം. പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്രയാണ് ആപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് വാച്ച്?
അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വാച്ചിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.